എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടു കാണുമല്ലേ? ഇന്ത്യയിൽ ഈ അടുത്തിടെ സംഭവിച്ച ഒരു ബാറ്ററി ബ്ലാസ്റ്റ് ആണിത്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി കൊണ്ടിരിക്കുന്ന ഈ ഒരു സംഭവത്തിൽ കടയിലുണ്ടായിരുന്ന ഒരാൾ ബാറ്ററി കടിക്കുന്ന സമയത്ത് ബാറ്ററി പെട്ടെന്ന് പൊട്ടിത്തെറിക്കുകയാണ് ഉണ്ടായത്. ഈ സംഭവം നമ്മൾ എല്ലാവരെയും ജാഗ്രതയിലേക്കാണ് വിളിച്ചു വരുത്തുന്നത്. പലർക്കും സംശയമുണ്ടാകാം ബാറ്ററി എങ്ങനെ ബ്ലാസ്റ്റ് ചെയ്യുന്നുവെന്ന്. എന്താണ് അതിന്റെ യഥാർത്ഥ കാരണം? സാധാരണ ഉപയോഗത്തിനിടെ പോലും ഇത്തരത്തിലുള്ള അപകടങ്ങൾ സംഭവിക്കുമോ? ഇന്നത്തെ വീഡിയോയിൽ ബാറ്ററിയുടെ ഉള്ളിലെ പ്രവർത്തനങ്ങളും ബാറ്ററി ബ്ലാസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയെന്നും പരിശോധിക്കാം. അതിനുവേണ്ടി ഞങ്ങൾ ഇവിടെ ഒരു ഫോൺ ബാറ്ററി എടുത്തിട്ടുണ്ട്. ഒരു ബാറ്ററിയുടെ ഉള്ളിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കണ്ടേ? ദയവായി ആരും തന്നെ ഇത് അനുകരിക്കരുത്. കാരണം പ്രോപ്പർ സേഫ്റ്റി ഇല്ലാതെ ബാറ്ററി റിമൂവ് ചെയ്യുന്നത് ഫയർ അല്ലെങ്കിൽ ബ്ലാസ്റ്റ് വരെ കാരണമാകാം. അതുകൊണ്ട് ബാറ്ററി റിപ്പയർ അല്ലെങ്കിൽ റിമൂവ് ചെയ്യുമ്പോൾ എപ്പോഴും സേഫ്റ്റി ഫോളോ ചെയ്യുക. ഇന്ന് ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണുകൾ, പവർ ബാങ്ക്, ബ്ലൂടൂത്ത് ഡിവൈസസ്, ക്യാമറ ബാറ്ററി എന്നിവയിൽ കൂടുതലായി ഉപയോഗിക്കുന്നത് ലിഥിയം അയൺ ബാറ്ററിയാണ്. സോ നമ്മൾ ഇവിടെ ഓപ്പൺ ചെയ്യാൻ പോകുന്നത് സാംസങ്ങിന്റെ ലിഥിയം അയൺ ഫോൺ ബാറ്ററി ആണ്. ഇതിൽ ചാർജ് ഉണ്ടോ എന്ന് നമുക്ക് ആദ്യം നോക്കാം. ഒരു മൾട്ടിമീറ്റർ ഉപയോഗിച്ചിട്ടാണ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. നമുക്ക് കാണാം മൾട്ടിമീറ്ററിൽ 0 ആണ് കാണിക്കുന്നത്. സോ ഇത് ഒന്നെങ്കിൽ ചാർജ് തീർന്നതോ അല്ലെങ്കിൽ ഡെഡ് ആയിട്ടുള്ള ബാറ്ററി ആകാം. ലിഥിയം അയൺ ബാറ്ററി ചാർജ് പൂർണ്ണമായി തീർന്നാലും അത് തുറക്കുന്നത് അങ്ങേറ്റം അപകടകരമാണ് കേട്ടോ. ബാറ്ററി ഡെഡ് ആണെന്ന് തോന്നിയാലും അതിനുള്ളിൽ രാസപ്രവർത്തനങ്ങൾ നടക്കാനുള്ള സാധ്യതയുണ്ട്. ഇതിന്റെ പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ കാരണം കെമിക്കൽ റിയാക്ഷൻ ആണ്. ബാറ്ററിക്കുള്ളിലെ ലിഥിയം വായുവിലെ ഓക്സിജനായും ഈർപ്പവുമായും സമ്പർക്കത്തിൽ വരുമ്പോൾ പെട്ടെന്ന് പ്രതികരിക്കുകയും തീപിടുത്തമോ പൊട്ടിത്തെറിയോ ഉണ്ടാകാൻ കാരണമാവുകയും ചെയ്യുന്നു. അടുത്ത കാരണം ടോക്സിക് ഗ്യാസസ് ആണ്. ബാറ്ററി തുറക്കുമ്പോൾ അല്ലെങ്കിൽ മുറിക്കുമ്പോൾ അതിൽ നിന്ന് ദോഷകരമായ വാതകങ്ങൾ പുറത്തു വരും. ഇത് ശ്വസിക്കുന്നത് ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അടുത്തത് ഷോർട്ട് സർക്യൂട്ട് ആണ്. ബാറ്ററി തുറക്കാൻ ശ്രമിക്കുമ്പോൾ ലോഹ ഉപകരണങ്ങൾ, ഉദാഹരണത്തിന് കത്തി അല്ലെങ്കിൽ കത്രിക ഉപയോഗിക്കുന്നത് ഉള്ളിലെ ലെയറുകൾ തമ്മിൽ കൂട്ടിമുട്ടാനും ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകാനും കാരണമാകും. ഇത് പെട്ടെന്ന് ചൂട് വർദ്ധിപ്പിക്കുകയും തീ പടരാൻ ഇടയാക്കുകയും ചെയ്യും. നമുക്കിവിടെ കാണാം ഈ ഒരു ബാറ്ററി വായു കടക്കാത്ത രീതിയിൽ ഫുൾ കവേർഡ് ആയിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. നമ്മൾ ബാറ്ററി മുറിക്കുകയോ കുത്തുകയോ ചെയ്താൽ ഇതിന്റെ ഉള്ളിലെ മർദ്ദം വ്യത്യാസപ്പെടുകയും രാസപ്രവർത്തനങ്ങൾ അനിയന്ത്രിതമാവുകയും ചെയ്യും. ഇനി നമുക്കിതിന്റെ PCB നോക്കാം. ഈ കാണുന്നത് ആണ് ലിഥിയം അയൺ ബാറ്ററിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സുരക്ഷാ ഭാഗം. ഇതിനെ ബാറ്ററി പ്രൊട്ടക്ഷൻ സർക്യൂട്ട് അല്ലെങ്കിൽ BMS എന്നാണ് പറയുന്നത്. ലിഥിയം ബാറ്ററി വളരെ സെൻസിറ്റീവ് ആയതിനാൽ ഈ PCB ഇല്ലെങ്കിൽ ബാറ്ററി വളരെ അപകടകാരിയാകാം. PCBയുടെ ഡ്യൂട്ടി എന്തൊക്കെയാണെന്ന് നോക്കാം. ഓവർ ചാർജിംഗ് പ്രൊട്ടക്ഷൻ. ബാറ്ററി ഫുൾ ചാർജ് ആയിട്ട് നമ്മൾ ചാർജിങ്ങിൽ തന്നെ ഇടാറില്ലേ? ഇങ്ങനെ ഓവർ ചാർജ് ചെയ്യുമ്പോൾ ബാറ്ററി ചൂടാകാതെയും ബ്ലാസ്റ്റ് ആകാതെയും നിൽക്കുന്നത് ഈ PCB ഉള്ളതുകൊണ്ടാണ്. ഓവർ ഡിസ്ചാർജ് പ്രൊട്ടക്ഷൻ. അതുപോലെ തന്നെ ബാറ്ററി മുഴുവൻ ഡിസ്ചാർജ് ആകുമ്പോൾ ഡാമേജ് ആകാൻ സാധ്യതയുണ്ട്. എന്നാൽ ബാറ്ററി ഫുൾ ചാർജ് തീർക്കാതെ സേഫ് വോൾട്ടേജിൽ എത്തുമ്പോൾ സപ്ലൈ കട്ട് ചെയ്യുന്നത് PCB ആണ്. ഷോർട്ട് സർക്യൂട്ട് പ്രൊട്ടക്ഷൻ. ബാറ്ററി ടെർമിനൽസ് തമ്മിൽ ഷോർട്ട് ആകുമ്പോൾ PCB ഉടനെ കറണ്ട് കട്ട് ചെയ്യും. ഓവർ കറണ്ട് പ്രൊട്ടക്ഷൻ. ഡിവൈസ് കൂടുതലായി പവർ എടുക്കുമ്പോൾ PCB ബാറ്ററി പ്രൊട്ടക്ട് ചെയ്യുന്നു. PCBയിലുള്ള പ്രധാന കോമ്പണന്റ്സ് ആണ് പ്രൊട്ടക്ഷൻ IC, മോസ്ഫെറ്റ്, സെൻസർ ആൻഡ് റെസിസ്റ്റർ എന്നിവ. ലിഥിയം ബാറ്ററി തുറക്കുമ്പോൾ പലരും ഈ PCB റിമൂവ് ചെയ്യാറുണ്ട്. ഇത് വളരെ അപകടകരമാണ്. സോ PCB കടിക്കുകയോ റിമൂവ് ചെയ്യുകയോ ചെയ്യരുത്. ഈ PCB ഡാമേജ് ആകുമ്പോഴാണ് ബാറ്ററി ചാർജ് ആകാത്തതും ബാറ്ററി ഹീറ്റ് ആകുന്നതുമൊക്കെ. ചിലപ്പോഴൊക്കെ ബാറ്ററി പെട്ടെന്ന് ഡെഡ് ആകുന്നതും PCB കംപ്ലൈന്റ് കൊണ്ടാണ്. ഒരു ബാറ്ററിയുടെ ഉള്ളിൽ എന്തൊക്കെയാണെന്ന് അറിയണ്ടേ? അതിന് നമുക്ക് ഈ ഒരു ഔട്ടർ കവർ കൂടി റിമൂവ് ചെയ്യണം. ഒരു സാധാരണ ലിഥിയം അയൺ ബാറ്ററിയുടെ ഉള്ളിലെ 4 ഭാഗങ്ങൾ ആണ് പ്രധാനമായും ഉള്ളത്. അവ എന്തൊക്കെയാണെന്ന് നോക്കാം. കാഥോഡ് ആണ് ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനൽ. സാധാരണയായി ലിഥിയം കോംബാൾട്ട് ഓക്സൈഡ് അല്ലെങ്കിൽ ലിഥിയം അയൺ ഫോസ്ഫേറ്റ് പോലെയുള്ള ലോഹ മിശ്രിതങ്ങൾ കൊണ്ടാണ് ഇത് നിർമ്മിക്കുന്നത്. ബാറ്ററി ചാർജ് ചെയ്യുമ്പോൾ ലിഥിയം അയോണുകൾ കാഥോഡിൽ നിന്നും പുറത്തേക്ക് വരുന്നു. ആനോഡാണ് നെഗറ്റീവ് ടെർമിനൽ. ഇത് സാധാരണയായി ഗ്രാഫൈറ്റ് കൊണ്ടാണ് നിർമ്മിക്കുന്നത്. ബാറ്ററി ചാർജ് ചെയ്യുമ്പോൾ കാഥോഡിൽ നിന്ന് വരുന്ന ലിഥിയം അയോണുകളെ ഗ്രാഫൈറ്റ് പാളികൾക്കിടയിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. ഒരു ബാറ്ററിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സുരക്ഷാ കവചമാണ് സെപ്പറേറ്റർ. കാഥോഡും ആനോഡും തമ്മിൽ നേരിട്ട് സ്പർശിക്കാതെ ഇരിക്കാൻ ഇവക്കിടയിൽ വെച്ചിട്ടുള്ള വളരെ നേർത്ത ഒരു പ്ലാസ്റ്റിക് പാളിയാണിത്. കാഥോഡും ആനോഡും തമ്മിൽ സ്പർശിച്ചാൽ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാവുകയും ബാറ്ററി പൊട്ടിത്തെറിക്കുകയും ചെയ്യും. നിങ്ങൾ ബാറ്ററി മുറിക്കുമ്പോൾ ഈ സെപ്പറേറ്റർ തകരുകയും അപ്പോൾ കാഥോഡും ആനോഡും തമ്മിൽ നേരിട്ട് സമ്പർക്കത്തിൽ വരികയും ഉള്ളിലുള്ള ഊർജ്ജം മുഴുവൻ പെട്ടെന്ന് തന്നെ താപോർജ്ജമായി പുറത്തു വരികയും ചെയ്യുന്നു. ഇങ്ങനെയാണ് തീപിടുത്തം ഉണ്ടാകുന്നത്. ബാറ്ററിക്കുള്ളിൽ ഇനിയുള്ളത് ഒരു ദ്രാവകമാണ്, ഇലക്ട്രോലൈറ്റ് എന്നാണ് പറയുന്നത്. അയോണുകൾക്ക് കാഥോഡിനും ആനോഡിനും ഇടയിൽ സുഗമമായി സഞ്ചരിക്കാൻ സഹായിക്കുന്ന ഒരു മാധ്യമമാണിത്. ഇത് പെട്ടെന്ന് തീപിടുത്തം ഉണ്ടാക്കും. ഇത് തുറക്കുന്നത് വളരെ ഡേഞ്ചർ ആയതുകൊണ്ട് ഞങ്ങൾ പുറത്തു കൊണ്ടുപോയിട്ടാണ് ഓപ്പൺ ചെയ്തത്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഇതിനകത്ത് കാഥോഡും ആനോയിഡും ഇടയിലായി സെപ്പറേറ്ററും കൂടിയ ഒരു ഷീറ്റ് ആണുള്ളത്. ലിക്വിഡ് പോലെ കാണുന്നത് ഇലക്ട്രോലൈറ്റ് ആണ്. ഇനി ഇത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ഫോൺ ചാർജ് ചെയ്യുമ്പോൾ പുറത്തു നിന്നുള്ള വൈദ്യുതി ഉപയോഗിച്ച് ലിഥിയം അയോണുകളെ
കാഥോഡിൽ നിന്ന് ആനോഡിലേക്ക് എത്തിക്കുന്നു. നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ആനോഡിൽ ഇരിക്കുന്ന ലിഥിയം അയോണുകൾ ഇലക്ട്രോലൈറ്റിലൂടെ സഞ്ചരിച്ച് കാഥോഡിലേക്ക് പോകുന്നു. ഈ സമയത്താണ് നമുക്ക് വൈദ്യുതി ലഭിക്കുന്നത്. മുൻപ് നടന്ന സംഭവത്തിൽ ബാറ്ററി പൊട്ടിത്തെറിക്കാൻ കാരണം ബാറ്ററിയുടെ പുറം കവചം കടിച്ചപ്പോൾ കെമിക്കൽ റിയാക്ഷൻ നടന്നത് മൂലമോ, അല്ലെങ്കിൽ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ടെർമിനൽസ് തമ്മിൽ ഷോർട്ട് ആയതിനാലോ, അല്ലെങ്കിൽ പല്ലുകൊണ്ട് അമിതമായി അമർത്തിയപ്പോൾ ബാറ്ററിക്കുള്ളിലെ മർദ്ദം കൂടിയത് കൊണ്ടോ ആകാം. ഈ ഒരു വീഡിയോ കണ്ടതിലൂടെ ഒരു ബാറ്ററിയുടെ പ്രവർത്തനങ്ങളും ബാറ്ററി മൂലം ഉണ്ടായേക്കാവുന്ന അപകട സാധ്യതകളും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. യാതൊരു കാരണവശാലും ബാറ്ററിയിൽ കുത്തുകയോ വളക്കാൻ ശ്രമിക്കുകയോ വെള്ളത്തിലിടുകയോ ചെയ്യരുത്. ബാറ്ററി തലയണയുടെ അടിയിൽ വെക്കുകയോ രാത്രി മുഴുവൻ ചാർജിൽ വെക്കുകയോ ചെയ്യരുത്. അലക്ഷ്യമായി വലിച്ചെറിയുകയോ കുട്ടികൾക്ക് കളിക്കാനായി നൽകുകയോ ചെയ്യരുത്. ബാറ്ററി വീർത്തിട്ടുണ്ടെങ്കിൽ ഉടൻ അത് റീപ്ലേസ് ചെയ്യുക. ഡാമേജ് ആയ ബാറ്ററി റീസൈക്കിൾ സെന്ററിൽ നൽകുകയോ സുരക്ഷിതമായി മണ്ണിനുള്ളിലോ മറ്റോ വെക്കുകയോ ചെയ്യുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. കൂടുതൽ അറിവുകൾ ലഭിക്കുന്നതിനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.